നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ചില ത്യാഗങ്ങളെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ജാംഷഡ്പൂർ എന്ന ഒരു വലിയ വ്യാവസായിക നഗരം, അവിടെ ഒരു കമ്പനിയിലേക്കുള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. ആ മാനേജർ തന്റെ ക്യാബിനിൽ തന്റെ തൊട്ടുമുമ്പിലായി ഇന്റർവ്യൂവിനെത്തിയ ആ ചെറുപ്പക്കാരൻ തന്നെ സാഹുതം നോക്കി. ഇന്റർവ്യൂവിന്റെ എല്ലാ കടമ്പകളും കടന്ന് അവസാന ഘട്ടത്തിലെത്തിയ ആ ചെറുപ്പക്കാരൻ സമർപ്പിച്ച ചെറുപ്പക്കാരന്റെ സർട്ടിഫിക്കറ്റുകളിലേക്ക് മാനേജർ സശ്രദ്ധം നിരീക്ഷിക്കുകയായിരുന്നു. എല്ലാം ആ നഗരത്തിലെ ഉയർന്ന സ്കൂളുകളിലും കോളേജുകളിലും ഉയർന്ന മാർക്കോടുകൂടി ആ ചെറുപ്പക്കാരൻ പഠിച്ചു എന്നുള്ളതിന്റെ സാക്ഷ്യപത്രം. ആ സർട്ടിഫിക്കറ്റിലേക്ക് നോക്കി ആ മാനേജർ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്യും? ആ ചെറുപ്പക്കാരൻ ഒട്ടൊരു സങ്കടത്തോടു കൂടി മാനേജറോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു. മാനേജർ അടുത്തതായി അവനോട് ചോദിച്ചു, നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അമ്മ ഒരു അലക്ക് തൊഴിലാളിയാണ്. ഇവിടുത്തെ പണക്കാരുടെ വീടുകളിലേക്ക് പോയി അവരുടെ വസ്ത്രം അലക്കുകയാണ് എൻ്റെ അമ്മയുടെ ജോലി. ആ ചെറുപ്പക്കാരന് എൻ്റെ വാക്കുകൾ കേട്ട ആ മാനേജർക്ക് ആശ്ചര്യമായി. ആ മാനേജർ ചിന്തിച്ചു, ഇവൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവനെ വളർത്തിയിരിക്കുന്നത്. മാനേജർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, താങ്കളുടെ രണ്ട് കൈയും ഒന്ന് നിവർത്തി കാണിക്കും. ആ ചെറുപ്പക്കാരൻ കൈകൾ നിവർത്തി കാണിച്ചു. മാനേജർക്ക് കാര്യം പിടികിട്ടി. മാനേജർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, താങ്കളെ ഞാൻ ഇവിടെ ഈ ജോലിയിൽ നിയമിച്ചിരിക്കുന്നു. ഇന്ന് താങ്കൾ വീട്ടിൽ പോയി ഒരു കാര്യം ചെയ്യണം. താങ്കൾ ഇതുവരെ വളർത്തി വന്ന അമ്മയോടുള്ള നന്ദി സൂചകമായി അമ്മയുടെ രണ്ട് കൈകളും വെള്ളം കൊണ്ട് നന്നായി സ്പർശിച്ച് ഒന്ന് കഴുകിക്കൊടുത്ത് ശേഷം അമ്മയുടെ കാലും കഴുകി വേണം നാളെ ജോലിക്ക് ഇവിടെ വരാൻ. സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ച ആ ചെറുപ്പക്കാരൻ അന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കൊണ്ട് പറഞ്ഞു, എനിക്ക് ആ കമ്പനിയിൽ ജോലി കിട്ടി. അതോടൊപ്പം തന്നെ ആ മാനേജർ എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അമ്മയുടെ രണ്ട് കൈകളും വെള്ളം കൊണ്ട് കഴുകി ശേഷം കാലുകളും കഴുകി വേണം നാളെ ജോലിക്ക് വരാൻ. അതൊക്കെ കേട്ട് സന്തോഷിച്ച അമ്മ പറഞ്ഞു, അത് മാനേജർ നിന്നോട് വെറുതെ പറഞ്ഞതായിരിക്കും, നീ അതൊന്നും ചെയ്യണ്ട, നിനക്ക് നാളെ ഏതായാലും ജോലിക്ക് കയറാമല്ലോ. പക്ഷെ അവൻ വിട്ടില്ല. അവൻ അമ്മയോട് പറഞ്ഞു, ഇല്ല, മാനേജർ അത് പറഞ്ഞതാണ്, ഞാൻ എന്തായാലും അത് ചെയ്തേ തീരും. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അമ്മയുടെ രണ്ട് കൈകളും സ്പർശിച്ചുകൊണ്ട് ആ കൈകൾ മനോഹരമായി അവൻ കഴുകുകയായിരുന്നു വെള്ളം. പക്ഷെ അന്നാദ്യമായാണ് അവൻ ശ്രദ്ധിക്കുന്നത്, വർഷങ്ങളായി അലക്കിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അമ്മയുടെ ശുഷ്കിച്ച കെമിക്കലുകൾ വീണ് പൊള്ളിയ ആ കൈത്തലങ്ങൾ അന്നാദ്യമായാണ് അവൻ തൊട്ടറിഞ്ഞത്. അതിനുശേഷം കാലുകളിലേക്ക് നോക്കിയപ്പോൾ ആ കാലും വ്രണം കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അവന് ഭയങ്കരമായ സങ്കടം വന്നു. അവൻ ആലോചിച്ചു, ഇത്ര കാലവും ഞാനിതൊന്നും കണ്ടിരുന്നില്ലല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ശേഷം അവനന്ന് ജോലിക്ക് പോയി അന്ന് അവിടെ എത്തിയ അവൻ മാനേജറോട് കാര്യം പറഞ്ഞു. മാനേജർ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, നിന്നെ ഇത്ര വലിയ ഒരു ഉയർന്ന ജോലിയിലെത്താൻ നിന്റെ അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ടു. ഇന്നലെ നിന്റെ കൈ നിവർത്തി കാണിച്ചപ്പോൾ നിന്റെ ആ മിനിമിനുത്ത ആ കൈത്തടങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നീ അമ്മയെ ഇതുവരെയും ഒന്നിലും സഹായിച്ചിട്ടില്ല. അമ്മ വളരെയേറെ കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തി ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചത്. ഏതായാലും അവന്റെ ആ സ്ഥാനാരോഹണ ചടങ്ങിൽ ആ കമ്പനിയിലെ ഒരു മുഖ്യ അതിഥിയായി അവിടെ എത്തിച്ചേർന്നത് അവന്റെ അമ്മയായിരുന്നു. അവന്റെ അമ്മയെ ആ കമ്പനിയിലെ മറ്റു ഉദ്യോഗാർത്ഥികൾ കൂപ്പു കൈകളോടെയാണ് എതിരേറ്റത്.